മക്കളെ, എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ആവാൻ വേണ്ടിട്ട് പോവാണല്ലേ. അപ്പൊ എക്സാമിന് നമ്മൾ MCQs നമുക്ക് കൂടുതലായിട്ട് ചോദിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. നമുക്കൊരു 10 മാർക്കിന് നമുക്ക് MCQs ചോദിക്കും. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ 10 ഡിഫറെന്റ് ടോപ്പിക്സ് വരുന്ന MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻ എഴുതാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ നല്ല അടിപൊളിയായിട്ട് കാണാം, കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കിയിട്ട് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താ ചോദിക്കുന്നത്? എക്സ് ആൻഡ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നത്. പ്ലാനഡ് കൺസംഷൻ, ആക്ച്വൽ കൺസംഷൻ, ആവറേജ് കൺസംഷൻ, ഓട്ടോണമസ് കൺസംഷൻ. നമ്മൾ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് അല്ലേ. അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കുന്നത് എക്സ് ആൻഡ് എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ടേമുകളാണ്. എക്സ് ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് അല്ലെ. എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ റിയലൈസ് ചെയ്യുന്നതാണ് എക്സ്പോസ്ഡ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ് ആൻഡ് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ എക്സ് ആൻഡ് എന്തായിരിക്കും? നമ്മുടെ പ്ലാനഡ് കൺസംഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ എക്സ് ആൻഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, proportional increase in all input result in an increase in output by same proportion. എത്രയോ ഒരു പെർസെന്റേജ് എന്തിൽ ഇൻക്രീസ് വരുന്നുണ്ട്? ഇൻപുട്ടിൽ ഇൻക്രീസ് വരുന്നുണ്ട്. ആ സെയിം പ്രൊപ്പോർഷൻ നിന്ന് ഔട്ട്പുട്ടിൽ എന്ത് വരുന്നുണ്ട്? ഇൻക്രീസ് വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പം 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. കോൺസ്റ്റന്റ് ആണോ, ഡിക്രീസിംഗ് ആണോ, ഇൻക്രീസിംഗ് ആണോ, നെഗറ്റീവ് ആണോ? അപ്പൊ നമുക്കറിയാം, ഇവിടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ. എന്താണ് സെയിം? സെയിം എന്ന് പറഞ്ഞൊരു വേർഡ് നമുക്ക് ഫസ്റ്റ് ആ ഒരു രണ്ടാമത്തെ ആ ഒരു ലൈനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് സെയിം പ്രപ്പോർഷൻ ആണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എത്രയാണ് ഇൻപുട്ടിൽ ഇൻക്രീസ് വരുന്നത്, ആ സെയിം തന്നെ ഔട്ട്പുട്ടിലും ഇൻക്രീസ് വരാണെങ്കിൽ അത് എന്തായിരിക്കും? അത് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ് ഒന്ന് ചോദിക്കട്ടെ, ഇൻപുട്ടിൽ ഇൻക്രീസ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഔട്ട്പുട്ടിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇപ്പൊ ഇൻപുട്ടിൽ ഒരു 10% ഇൻക്രീസ്, ഔട്ട്പുട്ടിൽ ഒരു 25% ഇൻക്രീസ് വന്ന് അതെന്തായിരിക്കും? അത് ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ ആയിരിക്കും അല്ലെ. ഇനി ഇൻപുട്ടിൽ ഒരു 10%, ഔട്ട്പുട്ടിൽ ഒരു 5% ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ ആയിരിക്കും. ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഈ സെയിം 10% തന്നെ വരാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. അതെന്താ? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളെ മോണിറ്ററി പോളിസിയാണ്. അപ്പൊ ആ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക. ഇപ്പൊ 1 മാർക്കിന് ചോദിക്കാൻ ചിലപ്പോൾ അത് നമുക്ക് SC ആയിട്ട് ചോദിക്കാം, 5 മാർക്കിനോ 8 മാർക്കിനോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാലും? ലെൻഡിങ് ലോൺ ടു ലോവർ റേറ്റ് ഓഫ് റിട്ടേൺ ആണോ, ലെൻഡിങ് റേറ്റ് ടു ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ ആണോ, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് ബോണ്ട്സ് ബൈ സെൻട്രൽ ബാങ്ക്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് ബോണ്ട്സ് ആണ്. ആരാണ് ഇത് ബൈയിങ്ങും സെല്ലിംഗും നടത്തുന്നത്? സെൻട്രൽ ബാങ്ക് ആണ് ബൈയിങ്ങും സെല്ലിംഗും നടത്തുന്നത്. അപ്പൊ സെൻട്രൽ ബാങ്ക് ഗവൺമെന്റ് ബോണ്ട്സ് ബൈ ചെയ്യുന്നതിലും സെൽ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നത്? ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നടത്തുന്നത്. അടുത്തത് മണി സപ്ലൈ. ഇന്ത്യയിലുള്ള മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നത് അതിന്റെ എല്ലാ കൺട്രോളും ആരുടെ കയ്യിലാണ്? സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നീതി ആയോഗ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ നമുക്കറിയാം സെൻട്രൽ ബാങ്ക് ആണ് മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് അല്ലെ. നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു മണിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? മണി സപ്ലൈ എന്ന് പറയുന്നത്. ഈ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ആണല്ലേ. മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മൾ സെൻട്രൽ എന്ന് കണ്ട പഠനം ആ ഒരു ഓപ്ഷൻ എന്താക്കരുത്, നമ്മൾ എഴുതി വെക്കരുത്. നന്നായിട്ട് വായിച്ചിട്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എഴുതാം. സെൻട്രൽ ബാങ്ക് ഇനിയിപ്പോ റിസർവ് ബാങ്കിന് പകരം സെൻട്രൽ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്ക് എന്താക്കാം? ഓപ്ഷൻ ചൂസ് ചെയ്യാം. അടുത്തത് മണി മൾട്ടിപ്ലയർ. മണി മൾട്ടിപ്ലയറിന്റെ കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. M-H ആണോ, M+H ആണോ, M/H ആണോ, H/M ആണോ? H എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഹൈ പവേർഡ് മണിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? H എന്ന് പറയുന്നത് അല്ലെ. നമ്മളെ ഹൈ പവേർഡ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സെൻട്രൽ ബാങ്ക് നമ്മളെ എക്കണോമിയിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന മണിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. നമ്മൾ M എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ മണി സപ്ലൈ ആണ്. അപ്പൊ എന്തായിരുന്നു നമ്മളെ മണി മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ? മണി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹൈ പവേർഡ് മണി ഇൻക്രീസ് ആവുന്നത് അല്ലെ. ചിലപ്പോൾ 2 ഇരട്ടിയാവും, ചിലപ്പോൾ 4 ഇരട്ടിയാവും. ആ ഒരു 4 അല്ലെങ്കിൽ ആ ഒരു 2 എത്രയാണോ അത് ഇൻക്രീസ് ആവുന്നത് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. മണി മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ എന്തേനും? M ഡിവൈഡഡ് ബൈ H ആണ് എന്ത്? M ബൈ മണി സപ്ലൈ ഡിവൈഡഡ് ബൈ ഹൈ പവേർഡ് മണി ആണ് എന്തിന്റെ ഇക്വേഷൻ? നമ്മുടെ മണി മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ. അടുത്തത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഇൻപുട്ട്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, പിന്നെ വേരിയബിൾ ഇൻപുട്ടും ഫിക്സഡ് ഇൻപുട്ടും തമ്മിലുള്ള റിലേഷൻ. എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല്?
ആ ഒരു വേർഡ് കേട്ടാൽ തന്നെ നമുക്ക് എന്താ നമ്മളെ മൈൻഡിലേക്ക് വരാം? ഇൻപുട്ടിനെ നമ്മൾ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ എന്ത് തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല്? ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ ആണ് അല്ലേ? പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ആ ഒരു പ്രോസസ് എന്താണ്, അതെന്താന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് എന്ത് റിലേഷൻ ആയിരിക്കും. അപ്പൊ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഇൻപുട്ടും നമ്മൾ ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വർക്കിംഗ് ഓഫ് മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് എന്തിന്റെ കീ ഫീച്ചർ ആണെന്നാണ് ചോദിച്ചത്. നമ്മുടെ എക്കണോമിക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് 3 എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലെ? ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഒരു മിക്സഡ് എക്കണോമിയാണ്. അതിൽ ഏതിലോ ഒന്നിന്റെ കീ ഫീച്ചർ ആണ് എന്ത്? മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. വർക്കിംഗ് ഓഫ് മാർക്കറ്റ് മെക്കാനിസം അത് ഏതിന്റെതാണ്? ക്യാപിറ്റലിസ്റ്റിന്റെതാണോ, സോഷ്യലിസ്റ്റിന്റെതാണോ, സെൻട്രലി പ്ലാൻഡ് എക്കണോമിന്റെതാണോ, കമാൻഡ് എക്കണോമിന്റെതാണോ, ഏതിന്റെതാണ്? എന്താണ് മാർക്കറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ എന്താക്കണ്ട, ഒന്നും തീരുമാനിക്കേണ്ട ആവശ്യമില്ല. ഡിമാൻഡും സപ്ലൈയും പ്രകാരം പ്രൈസ് എന്താണെന്നൊക്കെ ഉള്ളത് അങ്ങോട്ട് സ്വയം വന്നുകൊള്ളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഇൻവിസിബിൾ ഹാൻഡ് നമ്മൾ കൈ കെട്ടി നോക്കിയാൽ മതി എന്ന് പറയുന്നതാണ് എന്ത്? മാർക്കറ്റ് മെക്കാനിസം അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. അത് ഏത് എക്കണോമിയിലാണ്? അത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിന്റെ ഫീച്ചർ ആണ് എന്ത്? മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യലിസ്റ്റ് എക്കണോമി ആണെങ്കിൽ എങ്ങനെയാണ്? അവിടെ എക്കണോമിക് പ്ലാനിംഗ് ആണ്, അതിനായിട്ട് ഒരു പ്ലാനിംഗ് കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പ്ലാനിങ്ങിലൂടെയാണ് അവർ എന്ത് തീരുമാനിക്കുന്നത്? പല ഡിസിഷൻസും എടുക്കുന്നത്. ഓക്കെ, നമ്മൾ 8th ക്വസ്റ്റ്യൻ എന്താണ്? കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ട്രൂ ആയിട്ടുള്ളത് ശരിയായിട്ടുള്ളത് ഏതാന്നുള്ളതാണ് നമ്മൾ എന്താക്കേണ്ടത്? കണ്ടെത്തേണ്ടത്. എന്താണ് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ്? ഔട്ട്പുട്ട് 0 ആകുമ്പോൾ നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് 0 ആയിരിക്കും എന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അത് ശരിയാണോ? ആണോ? അല്ലല്ലേ, അത് തെറ്റായിട്ടുള്ളതാണ്. കാരണം ഫിക്സ്ഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഔട്ട്പുട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും. പിന്നെ ഫിക്സ്ഡ് കോസ്റ്റ് ലോങ് റൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അല്ലല്ലേ, ലോങ് റൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? വേരിയബിൾ കോസ്റ്റുകളായിരിക്കും അല്ലെ ഉണ്ടാവുക. പിന്നെ MC കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഹൈപ്പർബോള ആണ് എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? MC കർവിന്റെ ഷേപ്പ് റെക്ടാങ്കുലർ ഹൈപ്പർബോള ആണോ? അല്ലല്ലേ. പിന്നെ വേരിയബിൾ കോസ്റ്റ് വിൽ ബി 0 വെൻ ഔട്ട്പുട്ട് ഈസ് 0. ഔട്ട്പുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ശരിയാണ്. പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഔട്ട്പുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഏതാ കറക്റ്റ് ആയിട്ടുള്ളത്? യെസ്, ലാസ്റ്റത്തെ ഓപ്ഷൻ ആണല്ലേ കറക്റ്റ്. കാരണം വേരിയബിൾ കോസ്റ്റ് 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് 0 ആയിരിക്കും? ഔട്ട്പുട്ടും 0 ആയിരിക്കും. അപ്പൊ ലാസ്റ്റത്തെ ഓപ്ഷൻ ആണ് എന്ത്? കറക്റ്റ് ആയിട്ടുള്ളത്. ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് കോൺവെക്സ് ആവാനുള്ള റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണോ, മോണോട്ടോണിക് പ്രിഫറൻസ് ആണോ, കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണോ? എങ്ങനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ്? നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഷേപ്പ് ആണ് അല്ലേ? ഇങ്ങനെയാണല്ലേ നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മളെ ഗുഡ് 1 ഉണ്ടാവും, ഇവിടെ നമുക്ക് ഗുഡ് 2 ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് ഇങ്ങനെ ആവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? യെസ്, എന്താണ്? ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് നമ്മൾ ഒരു ഗുഡ് എക്സ്ട്രാ യൂസ് ചെയ്യുമ്പോൾ അപ്പൊ ഗുഡ് 2 നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ് 1 എന്താവും? ഡിക്രീസ് ആവും. അല്ലെങ്കിൽ ഗുഡ് 1 ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ് 2 എന്താവും? ഡിക്രീസ് ആവും. സപ്പോസ് ഇവിടെ നോക്കാം, ഇത്രയും നമ്മൾ എന്ത് യൂസ് ആക്കുന്നുണ്ട്? ഗുഡ് 2 നമ്മൾ യൂസ് ആക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ടൈമിൽ നമ്മൾ ഗുഡ് 1 എത്ര എടുക്കുന്നുള്ളൂ? ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ ഇതാക്കുന്നുള്ളൂ. പക്ഷെ ഗുഡ് 2 ഡിക്രീസ് ആവാണെന്നുണ്ടെങ്കിലോ ഗുഡ് 1 എന്താവും? ഇൻക്രീസ് ആവും. ഈ ഒരു ലോ ഉള്ളത് കൊണ്ടാണ് എന്താവുന്നത്? ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് കോൺവെക്സ് ആവുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കെയ്നീഷ്യന്റെ കുറച്ച് കൺസംഷൻ ഫങ്ഷൻസ് തന്നിക്കണേ. അതില് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്, കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 4 കാര്യങ്ങളാണല്ലേ തന്നത്. ഒന്നാമത്തത് എന്താ? aggregate real consumption expenditure is a stable function of real income. എങ്ങനെയാണ് നമ്മളെ കൺസംഷൻ എക്സ്പെൻഡിച്ചറിന്റെ ഇക്വേഷൻ? C = C bar plus CY ആണല്ലേ. Y എന്ന് പറയുന്നത് നമ്മളെ ഇൻകം ആണ് അല്ലെ. എന്താണ് പറഞ്ഞത്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ റിയൽ ഇൻകത്തിന്റെ സ്റ്റേബിൾ ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അത് ശരിയാണ് അല്ലെ. കാരണം എന്തുകൊണ്ടാണ്? ഒരു 10,000 ആണ് നമ്മളെ നമ്മളെ ഇൻകം എന്നുണ്ടെങ്കിൽ 6,000 നമ്മൾ എന്തിനു വേണ്ടിയിട്ട് മാറ്റി വെക്കും? നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും. ആ 10,000 ഇൻകം ഉള്ളപ്പോ എപ്പോഴും നമ്മളെ കൺസംഷൻ എത്ര ആയിരിക്കും? 6,000 നമ്മൾ എന്ത് മാറ്റി വെക്കും? ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. റിയൽ ഇൻകം പറഞ്ഞാൽ എന്താ? നമ്മളെ പർച്ചേസിങ് പവർ ആണ് അല്ലെ. നമ്മളെ ഇൻകത്തിന്റെ എത്രയോ ഒരു ശതമാനം നമ്മൾ മാറ്റി വെക്കുന്ന അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പം കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ഇൻകത്തിന്റെ ഒരു സ്റ്റേബിൾ ഫംഗ്ഷൻ ആണ്. അടുത്തത് എന്താണ്? MPC 0-ന്റെയും 1-ന്റെയും ഇടയിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ആണ് അല്ലെ. MPC എന്ന് പറഞ്ഞാല് നമ്മുടെ 0 to 1-ന്റെ ഇടയിലായിരിക്കും എന്തെന്ന് പറയുന്നത്? MPC എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദാൻ 1 ആവൂല, എന്നാലോ 0-ന്റെ താഴേക്കും പോലെ നെഗറ്റീവും ആവൂല. ദെൻ മൂന്നാമത്തെ
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഫംഗ്ഷൻ ആണ് എന്ത് കൺസംഷൻ എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? അത് ശരിയല്ലല്ലേ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ. ദെൻ ലാസ്റ്റ് വൺ എന്താണ്? MPC ഈക്വൽ ടു 1 - MPS ആണ്. കറക്റ്റ് ആണല്ലേ, കാരണം MPC പ്ലസ് MPS ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 1 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് MPC കിട്ടണമെന്നുണ്ടെങ്കിൽ 1 നമ്മൾ MPS മൈനസ് ചെയ്താൽ മതി. അപ്പൊ 3 ശരിയാണ്. തേർഡ് വൺ ആയിട്ടുള്ള കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് മാത്രമാണ് എന്ത് തെറ്റായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നമ്മൾ ഡിഫറെന്റ് ടോപ്പിക്സ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഇനിയിപ്പോ ഒരു ഷോർട്ട് എസ്സേ ആയിട്ടോ ലോങ് എസ്സേ ആയിട്ടോ ചോദിച്ചാലും നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവുന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ്. ഇത്തരത്തിലുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനി വരും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.